ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ പുട്ടുപൊടി ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ സാധാ വെള്ളത്തിൽ കുഴക്കാറുണ്ട്, അതുപോലെ ചൂടുവെള്ളം കൊണ്ട് കുഴച്ചെടുക്കാറൊക്കെ ഉണ്ട്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ പൊടി വാട്ടിയിട്ടാണ് ഈ പുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു 2 ദിവസം ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പുട്ട് ബലം വെക്കില്ല. അപ്പോൾ നല്ല സോഫ്റ്റാണ്, നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മൾ വായിലിട്ടാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ട് തന്നെയാണ്. അപ്പോൾ നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബൗളാണെങ്കിലും നിങ്ങൾ 1/4 ഭാഗത്തോളം വെള്ളം അളന്നിട്ടെടുക്കുക. കപ്പാണെങ്കിലും 1/4 കപ്പ് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഗ്ലാസ്സിനാണ് അളന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ അരിപ്പൊടിയാണ് കേട്ടോ. അതൊരു ഗ്ലാസ് നിറച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 ഗ്ലാസ്സിന് 1 ഗ്ലാസ് എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മളൊരു തവീൻ്റെ ബാക്ക് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പൊടി വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ ചെറുതാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. തീ സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളമായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്ന അത്രയും വെള്ളത്തിലല്ല നമ്മൾ ഈ പൊടി വാട്ടിയെടുക്കേണ്ടത് കേട്ടോ. അതിലും വെള്ളം കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കും. നിങ്ങൾ ബൗളിലാണെങ്കിലും 1/4 കപ്പ് 1/4 ഭാഗത്തോളം ബൗളിൽ വെള്ളം അളന്നിട്ടെടുക്കുക. 1 കപ്പ് നിറച്ചിട്ടാണെങ്കിലും അങ്ങനെ ബൗൾ നിറച്ചിട്ടെടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗ്ലാസ് ആണെങ്കിലും 1/4 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പൊടി എന്നുള്ള രീതിയിലാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ കട്ട ആയാലും പ്രശ്നമൊന്നുമില്ല. നമ്മളിത് മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തരിതരിയായിട്ടുള്ള പുട്ടിൻ്റെ മിക്സനെ നമുക്ക് കിട്ടും. ഇത് നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ചൂടാറിയിട്ടില്ല, എന്നാലും വലിയ ചൂടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഒന്നങ്ങോട്ട് 2 പ്രാവശ്യം ഒന്നൊന്ന് ഓണാക്കിയിട്ട് ഓഫ് ചെയ്താൽ മതി. ഒരുപാട് സമയത്തിട്ട് നിങ്ങൾ കറക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് ഓഫാക്കുക കേട്ടോ. അത്രയും മതി. അപ്പം നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കട്ടയായി പോകും കേട്ടോ. പൊടി നന്നായിട്ട് നമ്മൾ ബ്ലെൻഡറിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളൊരു 2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണൊക്കെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ മൊത്തം ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊടിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഓൾറെഡി വെന്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് പുട്ടുകുറ്റിയിലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ സാധാ പുട്ടുകുറ്റിയിലോ ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നു, പിന്നെ നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്നു. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ പൊടി വാട്ടുന്ന ആ ഒരു ഇത് മാത്രമേ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. അപ്പം ഇനി ഇത് നമുക്ക് പുട്ടുകുടത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. കുക്കറിലോ പുട്ടുകുടത്തിലോ എങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ പുട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് സമയം വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ വെന്തിട്ടുള്ള മാവാണ്, അതുകൊണ്ട് തന്നെ ആവി കയറിയേക്ക് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പുട്ടാണ് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഒരു വെൽവെറ്റ് പോലത്തെ പുട്ട് തന്നെയാണ്. എന്താ വെച്ചാൽ അത്രക്കും നല്ല മഴയുള്ളൊരു പുട്ടാണ്. ഇപ്പോൾ പുട്ടുപൊടിയൊന്നും ആവശ്യമില്ല, ഇതിന് സാധാരണ അരിപ്പൊടി മാത്രം മതി. അപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ കേട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.